നമസ്കാരം. നാരായണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ചർച്ചപ്പെടുന്ന ഒരു കാര്യമാണ് കേരള ലോട്ടറി. കേരള ലോട്ടറിയുടെ ചരിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1969 പി.കെ. കുഞ്ഞു ധനകാര്യമന്ത്രി ആദ്യമായി ലോട്ടറി വന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ലോട്ടറിയാണ്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ലോട്ടറി തുടങ്ങുന്നത്. ഇപ്പോൾ നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റുകൾ നേരിട്ടല്ല ലോട്ടറി നടത്തുന്നത്. ഇവിടെ മാത്രമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് ലോട്ടറി നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നത്. 69 ഒരു രൂപയ്ക്ക് തുടങ്ങിയ ഈ കേരള ലോട്ടറി 1 രൂപ കൊടുത്താൽ 1 ലക്ഷം കിട്ടുമെന്നുള്ള ഒരു പാട്ട് നമ്മൾ കേട്ടിരിക്കും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരെന്നുള്ള പാട്ട്, അടൂർബാസി പാടുന്ന പാട്ട് നിങ്ങളെല്ലാം മനസ്സിൽ വളരെ വന്നിരിക്കും. അങ്ങനെ കേരള ലോട്ടറി വളർന്ന് ഇപ്പോൾ ഒരു ടിക്കറ്റിന് 50 രൂപയായിരിക്കുകയാണ്. 30 രൂപ, 20, 10 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, 30 രൂപ, 40 രൂപ, ഇപ്പോൾ 50 രൂപയായിട്ട് ടിക്കറ്റിന് 50 രൂപയായിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരള ലോട്ടറി ഒരു പ്രതിസന്ധിയിലാണെന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. കാരണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എന്താ, നമുക്ക് എന്തെങ്കിലും കിട്ടും, ഒരു ആശ്വാസം കിട്ടും. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതിനോ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നതോ തേർഡ് പ്രൈസ് കിട്ടുന്നതിനോ വേണ്ടിയിട്ടല്ല നമ്മൾ ലോട്ടറി എടുക്കുന്നത്. നമ്മൾ ലോട്ടറി എടുക്കുന്നത് എന്തെങ്കിലും ഒരു ധനസഹായം, ഒരു 500 രൂപ, ഒരു 1000 രൂപ, ഒരു 5000 രൂപ, പരമാവധി 5000 രൂപ വരെ സമ്മാനം കിട്ടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും അതുപോലെ തന്നെ വിൽപ്പന നടത്തുന്നവരും. അതെ, സമ്മാനം ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അത് ആർക്ക് കിട്ടുന്നതെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു 5000 രൂപയുള്ള സമ്മാനങ്ങളാണെന്ന് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 30 രൂപ ലോട്ടറി ഇരുന്നപ്പോൾ 24 വരെ സമ്മാനം, 5000 സമ്മാനം ഉണ്ടായിരുന്നു. അതുപോലെ 40 രൂപയാകുമ്പോൾ അത് 24 വരെ 23 സമ്മാനങ്ങളുണ്ടായിരുന്നു 5000-ൻ്റെ. അപ്പോൾ ഈ 50 രൂപയായപ്പോൾ സമ്മാനങ്ങളുടെ എണ്ണം 19 ചുരുക്കി 18 ചുരുക്കി. അപ്പുറം പിന്നെ ഒരെണ്ണം കൂട്ടി 19. എന്നിട്ടും ഇപ്പോൾ നടത്തുന്ന ഈ 50 രൂപ ലോട്ടറി ടിക്കറ്റ് കൊടുത്തിട്ട് വിൽപ്പന നടത്തുന്ന ഏജൻറ്റുമാരും കഷ്ടപ്പാടുകൾ, ഏകദേശം ലോട്ടറി മേഖലയിൽ 2 ലക്ഷത്തോളം പേർ ഇതിനെ ഉപജീവനമായി മാറുക. ഏജൻറ്റുമാരും സബ് ഏജൻറ്റുമാരും വിൽപ്പനക്കാരുമായിട്ട് 2 ലക്ഷത്തോളം പേർ കേരള ലോട്ടറിയിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം നിത്യ ജീവിതത്തിന് വേണ്ടി ഓരോ വികലാംഗരായിട്ടുള്ള മറ്റ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് പേർ, കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ, കാത് കേൾക്കാത്തവരും, അതുപോലെ തന്നെ കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവർ, അതുപോലെ അങ്ങനെയുള്ള നിരവധി അംഗപരിമിതിയുള്ള